ബ്രെയിൻ സെൽസ് എല്ലാം പ്രവർത്തനക്ഷമമാകുന്ന പ്രാണായാമവും ധ്യാനവും ഒക്കെ ഉണ്ട്. ഒരുപാട് ടൈപ്പ് ധ്യാനങ്ങളുണ്ട്. പ്രണയം കുറച്ചുകൂടി ഉദാത്തമായിട്ടുള്ളൊരു വികാരം, എന്തിനോടും ഇഷ്ടം, തിരികെ ഒന്നും പ്രതീക്ഷിക്കാതെ എന്തിനോടും ഇഷ്ടപ്പെടുന്നതാണ് പ്രണയം. പ്രേമം അങ്ങനെയല്ല, അത് നമുക്ക് എപ്പോഴും ദുഃഖമാണ് തരുന്നത്. അപ്പോൾ ഈ മന്ത്രവും യന്ത്രവും എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിനകത്ത് മാനസികമായി പ്രവർത്തിക്കുന്നത്? അവിടെ എനർജി ഫീൽഡ് ഉണ്ടാവുകയും ആ എനർജീനെ നമുക്ക് എങ്ങോട്ടും അയക്കാൻ പറ്റുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ഈ ഡിസ്റ്റൻസ് ഹീലിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ഉള്ളിലേക്ക് നോക്കുമ്പോൾ എന്താണ് നമ്മളെന്ന് മനസ്സിലാവും. പ്രപഞ്ചത്തിൻ്റെ തന്നെ മിനിയേച്ചർ രൂപമാണല്ലോ, പ്രപഞ്ചത്തിൻ്റെ തന്നെ മുഴുവൻ അറിവുകളും നമ്മുടെ ഉള്ളിലുണ്ടല്ലോ, പ്രപഞ്ചം തന്നെയാണല്ലോ നമ്മൾ. അപ്പോൾ അത്രയും കഴിവുകളും അറിവുകളും ഉള്ളിലുള്ള നമ്മൾ, സാധാരണക്കാർ പറയുന്ന കേൾക്കാം മാംസപിണ്ഡം ആണിത് എന്ന് വെച്ചാൽ എപ്പോൾ വേണമെങ്കിലും പോകാവുന്ന ഒരു ശരീരം, അതുകൊണ്ട് എങ്ങനെയും അങ്ങനെ ഉല്ലസിച്ച് ജീവിക്കണം, അത്രേ ഉള്ളൂ എന്ന് പറയും. പക്ഷെ അത്രമാത്രമല്ല, ഈ ഒരു ജീവിതത്തിൽ നമുക്ക് ഏതൊക്കെ അവസ്ഥകളിലേക്ക് പോകാം. ഏറ്റവും ഈ ആനന്ദം എന്ന് പറയുന്നൊരു അവസ്ഥ എല്ലാവരും അറിയണില്ല ശരിക്കും. ഈ ആനന്ദം, സന്തോഷം എന്ന് ഞാൻ പറയണില്ല, സന്തോഷത്തിന് സങ്കടം എന്നൊരു ഓപ്പോസിറ്റ് വേർഡുണ്ട്, ആനന്ദത്തിന് ഓപ്പോസിറ്റ് വേർഡില്ല എന്ന് പറഞ്ഞാൽ ആ ആനന്ദം കാര്യകാരണങ്ങളില്ലാതെ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ആനന്ദം ആണ്. അത് നമ്മുടെ ബ്രെയിൻ സെൽസൊക്കെ പ്രവർത്തനക്ഷമമാകുമ്പോൾ നമുക്ക് സംഭവിക്കുന്ന ഒന്നാണ്. അതായത് മറ്റെല്ലാ ഗ്ലാൻസിനെയും, അത് നമ്മുടെ ഫിസിയോളജിക്കൽ സ്പിരിച്വൽ ആയിട്ടുള്ള ഫങ്ഷൻസിനെ ഒക്കെ നിയന്ത്രിക്കുന്ന, മറ്റ് ഗ്ലാൻസിനെ ഒക്കെ നിയന്ത്രിക്കുന്നത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡാണ്. അതിനും മേലെയുള്ളൊരു അവസ്ഥയിലേക്ക് എത്തുന്നതാണ് പീനിയൽ ഗ്ലാൻഡ്. ഇതൊക്കെ പ്രവർത്തനക്ഷമമാകുന്നു, ബ്രെയിനിലുള്ള ബാക്കി സെൽസ് എല്ലാം പ്രവർത്തനക്ഷമമാകുന്നു. അപ്പോൾ നമുക്ക് ഈ ആനന്ദം തരുന്ന എൻഡോർഫിൻ, സെറോട്ടോണിൻ, ഡോപ്പാമിൻ, ഓക്സിറ്റോസിൻ മുതലായ ഹോർമോണുകളെല്ലാം ബ്രെയിനിൽ നിന്നാണല്ലോ ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ ബ്രെയിൻ സെൽസ് എല്ലാം പ്രവർത്തനക്ഷമമായാൽ ഒരു കാര്യങ്ങളുമില്ലാതെ നമുക്കത് ഉൽപ്പാദിപ്പിക്കപ്പെടുകയും എപ്പോഴും ആനന്ദം എന്നുള്ള ലെവലിൽ നമുക്കിരിക്കാനും പറ്റും. അപ്പോൾ അത് ഈ സന്തോഷം ആനന്ദം എന്ന് പറയുന്ന ഒരവസ്ഥ നമ്മളിൽ തന്നെ ഉണ്ടെന്ന് പറയാൻ കാരണം അതാണ്. എല്ലാ ആനന്ദവും, എല്ലാ അറിവുകളും, എല്ലാ കാര്യങ്ങൾക്കുമുള്ള സൊല്യൂഷനും എല്ലാം നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്. അതുകൊണ്ടാണ് ഉള്ളിലേക്ക് നോക്കൂ എന്ന് പറയാൻ കാരണം. കണ്ണുകൾ അടയ്ക്കുമ്പോൾ തന്നെ ബാക്കി ഇന്ദ്രിയങ്ങളെല്ലാം താനേ ഉള്ളിലേക്ക് വരും. അപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് ശ്രദ്ധിച്ച്, നമ്മുടെ അങ്ങനെ ശ്വാസത്തിൽ ശ്രദ്ധിച്ച്, അല്ലെങ്കിൽ നമ്മളൊരു മന്ത്രത്തിൽ ശ്രദ്ധിച്ച് അങ്ങനെ ഇരിക്കുമ്പോൾ അങ്ങനെ ഉള്ളിൽ നിന്നുള്ള ആ ഒരു ആനന്ദം പൊട്ടിപ്പുറപ്പെടും. പിന്നെ നമ്മളൊരു ബ്രെയിൻ സെൽസ് എല്ലാം പ്രവർത്തനക്ഷമമാകുന്ന പ്രാണായാമവും ധ്യാനവും ഒക്കെ ഉണ്ട്. ഒരുപാട് ടൈപ്പ് ധ്യാനങ്ങളുണ്ട്. അതെല്ലാം ചെയ്തു വരുമ്പോൾ ബ്രെയിൻ സെൽസ് എല്ലാം പ്രവർത്തനക്ഷമമാകുമ്പോൾ നമ്മൾക്ക് ഇന്നില്ലാത്ത ഒരുപാട് കഴിവുകൾ വരും. അപ്പോൾ യോഗ തന്ത്രശാസ്ത്രങ്ങളുടെ എല്ലാം ആത്യന്തികമായ ലക്ഷ്യം നമ്മളിൽ ഉറങ്ങിക്കിടക്കുന്ന കഴിവുകളെ ഉണർത്തുക. അതാണ് അതിനാണ് ഇതെല്ലാം കണ്ടുപിടിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ നമ്മുടെ ബ്രെയിൻ അല്ലെങ്കിൽ നമ്മുടെ സഹസ്രാര പത്മം ഇത് പ്രപഞ്ചവുമായിട്ട് കണക്റ്റ് ആവാതെ നിൽക്കുകയാണ് സാധാരണഗതിയിൽ. പക്ഷെ അത് ഓപ്പണായി അങ്ങനെ ഒരു യൂണിവേഴ്സുമായിട്ട് കൂടി ഒരു സംയോഗം ഉണ്ടായി കഴിയുമ്പോൾ നമ്മളിലുണ്ടാകുന്ന മാറ്റം, പിന്നെ സാധനകൾ കൂടി ആകുമ്പോൾ നമ്മളിലുണ്ടാകുന്ന മാറ്റം നമുക്ക് പറയാൻ പറ്റുന്നതല്ല, നമ്മൾ അനുഭവിച്ച് തന്നെ അറിയേണ്ടതാണത്. അപ്പോൾ നമ്മൾ നിരന്തര സാധന, ഇപ്പോൾ സാധാരണ എല്ലാവർക്കും തന്ത്രം പഠിക്കാനുള്ളൊരു അവസരം ഇവിടെയില്ല. അപ്പോൾ നമുക്ക് താന്ത്രിക് റേക്കി ദീക്ഷ കിട്ടുമ്പോൾ, തന്ത്രദീക്ഷ ആയതുകൊണ്ടാണ് ഞാൻ താന്ത്രിക് റേക്കി എന്ന് പറയുക. തന്ത്രദീക്ഷ കിട്ടുന്നതോടുകൂടി നമുക്കത് വേഗം സാധ്യമാവുന്നു, സാധനകളെല്ലാം നമുക്ക് വേഗം സാധ്യമാവുന്നുണ്ട്. ഈ പൂജ, മന്ത്രം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ശക്തി അവർക്ക് ലഭിക്കുമോ? നിരന്തരം സാധന കൊണ്ട് അത് സാധിക്കും. പക്ഷേ പൂജാരിമാരും തന്ത്രിമാരും അങ്ങനെ ഇപ്പോൾ സന്യാസിമാർ വരെ എൻ്റെ അടുത്ത് ദീക്ഷ എടുത്തു. അപ്പോൾ അത് വരാൻ കാരണം എന്ന് വെച്ചാൽ വേഗം നമ്മുടെ ഉള്ളിൽ ആ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടല്ലോ, ഭൗതിക തലത്തിൽ നിന്നും മാനുഷിക തലത്തിലേക്കും പിന്നെ ഈശ്വരീയമായ തലത്തിലേക്കും ഒരു ട്രാൻസ്ഫോർമേഷൻ വേണം. മാനുഷിക തലമെന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു ബേസിക് തലമെന്ന് പറയുമ്പോൾ, നമ്മൾ സാധാരണ ജീവിതത്തിൽ നമ്മളെപ്പോഴും ദുഃഖം ഉണ്ടാവും. ചെറിയ കാര്യം മതി, നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ മനസ്സിങ്ങനെ മതിക്കും അല്ലേ. വിഷമം ഉണ്ടാകും, ദേഷ്യം ഉണ്ടാകും, പകയുണ്ടാവും, വൈരാഗ്യം ഉണ്ടാകും. ഇങ്ങനെ മാനുഷികമായിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള ഇതെല്ലാം ഉണ്ടാകും. നമുക്ക് തന്നെയാണ് ദോഷം ഇതെല്ലാം ഉണ്ടാകുമ്പോൾ. നമ്മുടെ നേരത്തെ പറഞ്ഞാൽ മന്ദതാളം തെറ്റും.
അപ്പോൾ നിരന്തരമായി ഇതിങ്ങനെ ചിന്തിക്കുന്നുണ്ട്. മനുഷ്യനെപ്പോഴും ഭൂതകാലത്തിലും ഭാവി കാലത്തിലും ആണ് ജീവിക്കുന്നത്, പ്രസൻറ്റിൽ ഇല്ല എപ്പോഴും. അപ്പോൾ ഇത് നമ്മുടെ ശരീരത്തിൽ തന്നെയാണ് നശിപ്പിക്കുന്നത്. അപ്പോൾ ആ ഒരു ചിന്തകളില്ലാതെ നമ്മളെ അതിൽ നിന്നും ഉയർത്തണം, മാനുഷിക തലത്തിലേക്ക് നമ്മൾ ഉയരണം. അവിടുന്ന് ഈശ്വരീയ തലം എന്ന് പറയുമ്പോൾ ഇതെല്ലാം പോയി. പിന്നെ നമ്മൾ ഈ രാഗം, മോഹം, മതം എന്നൊക്കെ പറയില്ലേ, എല്ലാത്തിനോടും ഇഷ്ടം, വേണം 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 എന്നുള്ളൊരു താല്പര്യം, അത് പോകും. എന്തിനോടെങ്കിലും ഒട്ടിപ്പിടിക്കുക, അറ്റാച്ച്മെൻറ്റ് നമുക്ക് സങ്കടം ഉണ്ടാകും. നമുക്കൊരു ബന്ധമുണ്ട്, അത് ലവ് റിലേഷനാവാം, പ്രണയമാകാം, പ്രണയം എന്നുള്ള വാക്കല്ല, പ്രേമം ഉണ്ടാവാം. പ്രണയം കുറച്ചുകൂടി ഉദാത്തമായിട്ടുള്ളൊരു വികാരം, എന്തിനോടും ഇഷ്ടം, അതാണ്. തിരികെ ഒന്നും പ്രതീക്ഷിക്കാതെ എന്തിനോടും ഇഷ്ടപ്പെടുന്നതാണ് പ്രണയം. പ്രേമം അങ്ങനെയല്ല, അത് നമുക്ക് എപ്പോഴും ദുഃഖമാണ് തരുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഒരാളെ, ആരെയും ആകട്ടെ, നമ്മൾ ഒരാളെ ഇഷ്ടപ്പെടുമ്പോൾ, പ്രേമമല്ല, നമ്മൾ ആരെ ഇഷ്ടപ്പെടുമ്പോൾ അവർ നമ്മളെ തിരിച്ചിങ്ങോട്ട് അതേ ലെവലിൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ, നമ്മൾ ആഗ്രഹിക്കുന്നവർ തന്നില്ലെങ്കിൽ, നമ്മളെ കരുതിയില്ലെങ്കിൽ, ബർത്ത്ഡേ ഓർത്തില്ല, അതിന് വഴക്കിടും, വേണമെങ്കിൽ പിരിഞ്ഞു വരെ പോകും, അല്ലേ? അപ്പോൾ ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളിലെല്ലാം എപ്പോഴും ദുഃഖം ഉണ്ടാകും. അതാണ് ഇഷ്ടത്തിൻ്റെയും പ്രേമത്തിൻ്റെയും ഒക്കെ പ്രശ്നം. പക്ഷെ ഇതൊന്നുമില്ല, ഡിറ്റാച്ച്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതില്ലല്ലോ. പക്ഷെ എല്ലാത്തിനോടും ഇഷ്ടം. നമുക്ക് നമ്മുടെ സർവ്വചരാചരങ്ങളും നമ്മുടെ ഭാഗം ആണെന്ന് നമ്മൾ തിരിച്ചറിയാണ്. ഈ സാധനകൾ കൊണ്ട് എന്താണ് നമ്മൾക്ക് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ തിരിച്ചറിയും. അപ്പോൾ നമുക്ക് എല്ലാത്തിനോടും ഇഷ്ടം, നമുക്ക് ഇങ്ങോട്ടൊന്നും കിട്ടാതെ നമുക്ക് അങ്ങോട്ട് തന്നെ എല്ലാവരെയും സ്നേഹിക്കാൻ കഴിയും. നമുക്ക് അങ്ങോട്ട് നമ്മൾ നിറഞ്ഞിരിക്കുന്നൊരവസ്ഥ വരും. ഞാൻ ആ വാക്ക് അങ്ങനെയാണ് ഉപയോഗിക്കുക, നിറഞ്ഞിരിക്കുക, പിന്നെ ഇങ്ങോട്ടൊന്നും വേണ്ട. അപ്പോൾ ഈ സാധനകളുടെ ഒരു അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു ലെവലെന്ന് പറയുമ്പോൾ ഈ നിറഞ്ഞിരിക്കുക, നമുക്ക് ഇങ്ങോട്ട് വേണ്ടാതെ നമുക്ക് അങ്ങോട്ട് തന്നെ കൊടുക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ റെക്കി പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് ഇത് വേഗം കിട്ടും. അപ്പോൾ മന്ത്രമുണ്ട്, യന്ത്രമുണ്ട്, അതുകൊണ്ട് നമ്മൾ ഈ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ വേഗം ഇതെല്ലാം വേഗം സാധ്യമാവും. ഈ മന്ത്രവും യന്ത്രവും എങ്ങനെയാണ്? ഇപ്പം നമ്മുടെ മുന്നിലൊരു യന്ത്രങ്ങളൊന്നും ഉണ്ടാകില്ല നമ്മൾ ഈ സാധന ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഈ മന്ത്രവും യന്ത്രവും എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിനകത്ത് മാനസികമായി പ്രവർത്തിക്കുന്നത്? റെക്കിയിൽ നമുക്ക് പ്രപഞ്ച ശക്തിയെ റെപ്രസെൻ്റ് ചെയ്യുന്ന യന്ത്രവും പ്രപഞ്ചബോധത്തെ റെപ്രസെൻ്റ് ചെയ്യുന്ന യന്ത്രവും, ഡിസ്റ്റൻസ്, ദൂരം, കാലം, അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന യന്ത്രവും മന്ത്രവും ഉണ്ട്. അത് നമ്മൾ അത് വരയ്ക്കാൻ പഠിക്കണം. റെക്കി പഠിക്കുന്നവർ അത് വരയ്ക്കാൻ പഠിക്കണം. അത് വരയ്ക്കേണ്ട രീതിയിൽ തന്നെ വരയ്ക്കണം. അത് കറക്റ്റായിട്ട് വരയ്ക്കണം. അതിൻ്റെ മന്ത്രം, അതിൻ്റെ പ്രൊനൗൺസിയേഷൻ കറക്റ്റ് ആവണം, എങ്കിലേ അത് യന്ത്രവും മന്ത്രവും ആവുള്ളൂ. അത് നമ്മൾ ഉപയോഗിച്ച് യന്ത്രം വിഷ്വലൈസ് ചെയ്യുകയും വരയ്ക്കണം. നമ്മൾ കയ്യിലും ചക്രാസിലും എല്ലാം യന്ത്രം വരയ്ക്കണം, മന്ത്രം ഉരുവിടുകയും ചെയ്യണം. അപ്പോൾ യന്ത്രം വിഷ്വലൈസ് ചെയ്ത് മന്ത്രം ജപിക്കുമ്പോൾ ആണ് ഈ സംഭവം. ഇതെങ്ങനെ അത് ആക്ട് ചെയ്യുന്നു എന്ന് പറയാനേ പറ്റില്ല, എനിക്ക് പറയാൻ പറ്റില്ല. അത് ഫിസിസിസ്റ്റായിട്ടുള്ള ഒരുപാട് പേരെൻ്റെ അടുത്ത് പഠിക്കാൻ വന്നിട്ടുണ്ട്. ഞാൻ അവരോടെല്ലാം പറഞ്ഞിട്ടുണ്ട്. സയൻറ്റിസ്റ്റുകൾ വന്നിട്ടുണ്ട്, അവരോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതെങ്ങനെ ആക്ട് ചെയ്യുന്നു എന്ന് നിങ്ങൾ ഒന്ന് നോക്കിയിട്ട് പറഞ്ഞു തരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം അവർക്ക് പോലും അത് പറ്റണില്ല, എങ്ങനെ യന്ത്രം. അപ്പോൾ ഇത് കണ്ടുപിടിച്ചവരുടെ ഒരു അറിവ് അല്ലെങ്കിൽ അവരുടെ പവർ ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മളിത് ഉരുവിടുമ്പോൾ തന്നെ നമ്മുടെ കയ്യിലൂടെ എനർജി പാസ് ചെയ്ത് നമുക്ക് പുറത്തേക്ക് വരുന്നറിയാൻ പറ്റും. നമുക്ക് ഏതൊരാൾക്കും കൈ ഇങ്ങനെ ചൂടാക്കിയിട്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതിനുള്ളൊരു എനർജി ഫീൽഡ് വരുന്നത് നമുക്കറിയാൻ പറ്റും. അത് ഏതൊരു മനുഷ്യനും ഉണ്ട്. നമ്മുടെ എനർജി ഫീൽഡ് പുറത്തേക്ക് കൂടെ ഉണ്ട്. ഇപ്പം ഹൃദയത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന എനർജി ഫീൽഡ് ഉണ്ടല്ലോ, ഹൃദയം പറഞ്ഞില്ലേ, വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു എനർജി ഫീൽഡ് ഹൃദയത്തിനുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ ബോഡിക്ക് കംപ്ലീറ്റ് ഉണ്ട്. അത് നമുക്കിവിടെ ഉണ്ടാകും. കുറച്ച് നേരം ഇങ്ങനെ വെച്ചാൽ തന്നെ ഇതിനുള്ളിലൊരു ബോളൊക്കെ ഇരിക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ റെക്കി പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് യന്ത്രമൊക്കെ കയ്യിൽ വരച്ചിട്ട് നമ്മളിങ്ങനെ വെച്ച് കഴിയുമ്പോൾ, നമ്മളെപ്പോഴും റെക്കി കൊടുക്കുമ്പോൾ നമ്മൾ വിഷ്വലൈസ് ചെയ്യുന്ന യൂണിവേഴ്സിൽ നിന്നും യൂണിവേഴ്സ് പവർ ഇതിലൂടെ വന്നിട്ട് നമ്മുടെ ഉള്ളിൽ നിറഞ്ഞിട്ട് കയ്യിലൂടെ പുറത്തേക്ക് വരുന്നത് ആയിട്ടാണ് നമ്മൾ വിഷ്വലൈസ് ആദ്യം ചെയ്യുന്നു. അത് മനസ്സിന് വലിയൊരു പ്രവർത്തനമുണ്ട് ഇതിനകത്ത് കേട്ടോ. മനസ്സ് എനർജിയാണല്ലോ, ഇൻറ്റൻഷൻ ഇവിടെ വളരെ പ്രധാനമാണ്. അങ്ങനെ നമ്മളിവിടെ യന്ത്രമൊക്കെ വരച്ച് കൈ വയ്ക്കുമ്പോൾ അവിടെ എനർജി ഫീൽഡ് ഉണ്ടാവുകയും
ആ എനർജീനെ നമുക്ക് എങ്ങോട്ടും അയക്കാൻ പറ്റുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ഈ ഡിസ്റ്റൻസ് ഹീലിംഗ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് എന്താണോ നേടേണ്ടത്, നമ്മുടെ അച്ചീവ് ചെയ്യേണ്ട ഗോൾ ഉണ്ടല്ലോ, അതെന്തും ആകാം, അല്ലെങ്കിൽ ദൂരെ ഇരിക്കുന്ന ഒരാൾക്ക് ഹീലിംഗ് കൊടുക്കാനാവാം, അതൊക്കെ നമുക്ക് ഇതിനുള്ളിൽ വിഷ്വലൈസ് ചെയ്യാം, അതവിടെ എത്തും. അപ്പോൾ നമ്മുടെ മനസ്സിൻ്റെ പവറിനും നമ്മുടെ റെക്കിയുടെ പവർ, അത് മന്ത്രം ഉരുവിടുമ്പോഴുണ്ടാവുന്ന ആ ഒരു ആംപ്ലിഫൈ ചെയ്യും. നമ്മുടെ ഉള്ളിൽ എനർജി ഉണ്ടാവുന്നുണ്ട്. ഞാൻ പറഞ്ഞേ, ആറ്റമൊക്കെ ചൂടാകുമ്പോൾ ഇലക്ട്രോൺസ് ചൂടായിട്ട് അങ്ങനെ അത് കറണ്ടായിട്ട് മാറുകയാണ്, ഇലക്ട്രോ മാഗ്നറ്റിക് പവറായിട്ട് മാറുകയാണ്. അതിനെ നമ്മൾ ഐക്യ ചെയ്യാം. ഇപ്പോൾ ആകാശത്ത് ഫിസിക്സിൽ ഞാൻ അത്ര വിദഗ്ധയല്ലാത്തത് കൊണ്ട് എനിക്ക് ഇങ്ങനെയൊക്കെ പറയാനേ അറിയുള്ളൂ. ശരിക്കും ഫിസിക്സ് അറിയുന്നവർ അവർ കൂടുതൽ ചിന്തിക്കട്ടെ, പറയട്ടെ. ഇപ്പോൾ മിന്നലുണ്ടല്ലോ, മിന്നൽ അവിടെ ആ കറണ്ടാണല്ലോ, അത് വായുവിലൂടെ ഇവിടെ എത്തുന്നുണ്ട്. അപ്പോൾ ഈ മാഗ്നറ്റിക് പവറിന് ശൂന്യതയിലൂടെ സഞ്ചരിക്കാൻ പറ്റും. അപ്പോൾ കണ്ടക്ടർ വേണമെന്നില്ല, അപ്പോൾ ഇരുമ്പ് അങ്ങനെയുള്ള കണ്ടക്ടറൊന്നും വേണ്ട. അതുകൊണ്ടാണ് നമുക്ക് നമ്മൾ ഇവിടെ നിന്ന് ചിന്തിച്ച ടെലിപ്പതി കേട്ടിട്ടില്ലേ, എങ്ങോട്ടും സഞ്ചരിക്കാൻ പറ്റും. അപ്പോൾ റെക്കി നമുക്ക് ആ ഒരു രീതിയിലാണ് നമ്മുടെ മൈൻഡിൻ്റെ പവറിനെ, അല്ലെങ്കിൽ ഈ ഒരു നമ്മുടെ ഈ നമ്മളൊരു തോട്ടാണല്ലോ ആദ്യം ഇടുന്നത്, ഇന്ന ആൾക്ക് നമുക്ക് ഹീലിംഗ് കൊടുക്കണം, അയാൾക്ക് ഇന്ന അസുഖമുണ്ട്, പ്രോബ്ലം ഉണ്ട്, അങ്ങനെ നമ്മൾ കണ്ടിട്ട് നമ്മൾ അത്ര സങ്കല്പം ശക്തമായിരിക്കണം. അങ്ങനെ വിഷ്വലൈസ് ചെയ്ത് മന്ത്രം ഉരുവിടുമ്പോൾ, യന്ത്രം വിഷ്വലൈസ് ചെയ്ത് മന്ത്രം ഉരുവിടുമ്പോൾ ഇതിനെ ആംപ്ലിഫൈ ചെയ്ത്, നമ്മുടെ മനസ്സിൻ്റെ ആ ഒരു തോട്ടിനെ ആംപ്ലിഫൈ ചെയ്ത്, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലെ ഈ എനർജീനെ ആംപ്ലിഫൈ ചെയ്ത് പവർ പാക്കായിട്ട് അയക്കുകയാണ്, അതവിടെ കിട്ടും. അപ്പോൾ സാധാരണ എല്ലാവർക്കും ചിന്തകളെ അയക്കാൻ പറ്റും. പക്ഷേ നമുക്ക് ഈ യന്ത്രവും മന്ത്രവും കൂടെ ആകുമ്പോഴേക്കും അതിനെ ആംപ്ലിഫൈ ചെയ്ത് എത്ര ദൂരത്തേക്കും അയക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. പക്ഷെ ഇതെങ്ങനെ പ്രവർത്തിക്കുന്നു ആർക്കും പറയാൻ പറ്റിയിട്ടില്ല. അത്രയ്ക്ക് നമുക്ക് നിർവചിക്കാൻ പറ്റാത്തത്ര പവർ ഈ യന്ത്രത്തിനും മന്ത്രത്തിനും ഉണ്ട്. ഇപ്പോൾ ഇവിടെ ഇരുന്ന് നമുക്കത് ചെയ്യാൻ കഴിയും? ഇപ്പോൾ ഒരുപാട് ഡിസ്റ്റൻസ് അല്ലാതെ അടുത്തിരുന്ന് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റും? ഇപ്പം എനിക്കത് കാണിച്ചു തരാൻ പറ്റില്ല, കാരണം അത് എൻ്റെ ഉള്ളിൽ സംഭവിക്കുന്നൊരു കാര്യമല്ലേ. ഞാൻ യന്ത്രം വിഷ്വലൈസ് ചെയ്യുന്നു, മന്ത്രം മനസ്സിലെ ഉരുവിടാൻ പാടുള്ളൂ. മന്ത്രം 3 തരം: വൈഖരി, ഉപാംശു, മാനസം. അല്ലെങ്കിൽ മാനസത്തിലാണ് ശക്തി, മനസ്സിൽ മാത്രമേ മന്ത്രം പറയാവൂ. അത് ഏത് മന്ത്രമായാലും, റെക്കിയുടെ മാത്രമല്ല, ഏത് മന്ത്രവും മനസ്സിനാണ് ശക്തി. നമ്മൾ ഇപ്പോൾ ഒരുപാട് ഉറക്കെ പാരായണം ചെയ്യുന്ന രീതി നമ്മുടെ നാട്ടിലുണ്ടല്ലോ. ഇപ്പോൾ രാമായണമായാലും ഒരുപാട് ഭാഗവതമായാലും ലളിതാ സഹസ്രനാമാണെങ്കിലും ഇതൊക്കെ ഉരുവിടുമ്പോഴുണ്ടാവുന്ന പവർ അത് പറയാൻ പറ്റുന്നതല്ല കേട്ടോ. ഇപ്പോൾ ലളിതാ സഹസ്രനാമമൊക്കെ ജപിക്കുമ്പോഴുണ്ടാവുന്ന പവർ ഭയങ്കരമാണ്. പക്ഷെ അത് മനസ്സിൽ ജപിച്ചു നോക്ക്, അപ്പോൾ നമ്മുടെ ഉള്ളിലാണ് ആ പ്രാണപ്രവാഹം, ആ എനർജിയുടെ പ്രവാഹം നമ്മുടെ ഉള്ളിൽ തന്നെ സംഭവിക്കും.